തമിഴ്നാട്ടിൽ വിജയ് മോദിയുടെ ഏജന്റാണ് എന്ന് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട്ടിൽ വിജയുടെ ബർത്ത്ഡേ ആണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയുടെ ബർത്ത്ഡേ ആണ്. ഈ ഒരു ദിവസത്തിൽ, ഈ വിജയുടെ ജന്മദിനത്തിൽ തന്നെ ഹിന്ദുക്കൾ കാലാകാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വിജയ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇത് തമിഴ്നാട്ടിലെ ഹിന്ദുക്കളെ സമ്പൂർണ്ണമായി ഞെട്ടിച്ചിരിക്കുക മാത്രമല്ല, സന്തോഷത്തിലാഴ്ത്തിയിരിക്കുക കൂടെയാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ വിജയം ഹിന്ദു സംഘടനകളുടെ കാലങ്ങളായുള്ള ആവശ്യം ഒറ്റയടിക്ക് നിറവേറ്റി എന്നാണ് ഇതിനെ നമ്മുടെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ദളപതി വിജയ് ഒരു വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മുൻ DMK സർക്കാരിന്റെ ഒരു വലിയ തീരുമാനം മുഖ്യമന്ത്രി വിജയിന്റെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം സർക്കാർ റദ്ദാക്കി. ക്ഷേത്ര വിഭവങ്ങളും ഫണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 245.85 കോടി രൂപയുടെ 46 പദ്ധതികൾക്കുള്ള ഭരണാനുമതി സർക്കാർ പൂർണ്ണമായും റദ്ദാക്കി എന്നുള്ളതാണ് ആ വാർത്ത. അങ്ങനെ ഹിന്ദു സംഘടനകളുടെ കാലങ്ങളായുള്ള ആവശ്യം നിറവേറ്റപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് HR&CE വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം റദ്ദാക്കിയ പദ്ധതികളിൽ 115.77 കോടി രൂപയുടെ 29 വിവാഹ മണ്ഡപങ്ങളും 130.8 കോടി രൂപയുടെ 17 വാണിജ്യ സമുച്ചയങ്ങളും ഉൾപ്പെടുന്നു. ഈ 46 പദ്ധതികളുടെയും പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ക്ഷേത്രങ്ങൾ പാപ്പരത്തമോ സാമ്പത്തിക പ്രതിസന്ധിയോ നേരിടുന്നത് തടയാൻ അവ നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും TVK സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇനി ഫണ്ടുകൾ സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളുടെ നവീകരണം, സുരക്ഷ, ഭക്തർക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ പവിത്രമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു വികസനങ്ങളും അങ്ങനെ നടത്തേണ്ട. ക്ഷേത്രങ്ങളുടെ ഫണ്ട് ക്ഷേത്രങ്ങൾക്കുള്ളതാണ്. അത് ക്ഷേത്രത്തിന്റെ നവീകരണത്തിനും ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്കുള്ള ഉന്നമനത്തിനും വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് TVK സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.